ഹായ്, നന്ദികാസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെ നന്ദുട്ടിയുടെ സ്കൂളിലെ ശിശുദിനവുമായി ബന്ധപ്പെട്ട് കുറച്ച് പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ചില ഫോട്ടോസും വീഡിയോസും ഒക്കെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ന് പ്രധാനമായിട്ട് അവർക്ക് ചാച്ചാജിയുടെ തൊപ്പി ഉണ്ടാക്കുന്ന വിധം എങ്ങനെയാണെന്നാണ് കാണിച്ചു കൊടുത്തത് കേട്ടോ. കാരണം എല്ലാ കുട്ടികൾക്കും തൊപ്പി ഇപ്പോൾ വാങ്ങി വെക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ വളരെ എളുപ്പത്തിൽ എങ്ങനെ നെഹ്റുവിൻ്റെ തൊപ്പി ഉണ്ടാക്കാമെന്നാണ് അവരുടെ ടീച്ചറായ അശ്വതി ടീച്ചർ ഇന്ന് പരിചയപ്പെടുത്തിയത്. അപ്പോൾ എല്ലാവരും അത് ഉണ്ടാക്കാനായിട്ട് തയ്യാറായിട്ടാണ് വന്നിരിക്കുന്നത്. അതിനുള്ള പേപ്പറൊക്കെ ആയിട്ട് എല്ലാവരും വന്നു. പേപ്പർ ഇല്ലാത്തവർക്ക് ന്യൂസ് പേപ്പറിലാണ് ഉണ്ടാക്കാൻ പഠിപ്പിച്ചത്. അങ്ങനെ അവരത് കൃത്യമായിട്ട് അത് ഉണ്ടാക്കാൻ പഠിപ്പിച്ചു. അതിനുകൂടെ തന്നെ എല്ലാ ടീച്ചേഴ്സും അവരെ ഹെൽപ്പ് ചെയ്തു. അശ്വതി ടീച്ചർ അവർക്ക് വ്യക്തമായിട്ട് പറഞ്ഞു കൊടുത്തു. അത് കേട്ട് അവർ അതുപോലെ ഇരുന്ന് ഉണ്ടാക്കുകയാണ് കേട്ടോ. കുട്ടികൾക്കതൊരു സന്തോഷമല്ലേ. തൊപ്പിയൊക്കെ ഉണ്ടാക്കി അവർ പിന്നെ റാലിക്കായിട്ട് റെഡിയായിട്ട് വന്നു. 1889 നവംബർ 14 ജവഹർലാൽ നെഹ്റു ജനിച്ചത്. കുട്ടികളുടെ ഇഷ്ട ചങ്ങാതിയായിരുന്ന നെഹ്റു അതിനാലാണ് ഈ ദിവസം ശിശുദിനമായി ആചരിച്ചു പോരുന്നത്. ചാച്ചാജി എന്ന ഓമന പേരിനാണ് നെഹ്റു എന്ന് ഓർമ്മിക്കപ്പെടുന്നത്. കുട്ടികൾക്ക് അതുകൊണ്ട് തന്നെ ചാച്ചാജി എന്ന് പറയുമ്പോൾ വളരെ സ്നേഹമുള്ള ഒരാളായിട്ട് തന്നെ അവരുടെ മനസ്സിലുണ്ടാകും. കുട്ടികൾ ഉണ്ടാക്കിയ തൊപ്പി ധരിച്ചാണ് എല്ലാവരും റാലിക്കായിട്ട് എത്തിയത്. ചാച്ചാജി കുട്ടികളെ വളരെയധികം സ്നേഹിച്ചിരുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ലോകമെമ്പാടും ചാച്ചാജി പ്രസിദ്ധി നേടിയിരുന്നു. ചാച്ചാജിയെക്കുറിച്ച് പറയുമ്പോൾ കുട്ടികൾക്ക് ഓർമ്മയിലെത്തുന്നൊരു രൂപമുണ്ട്. തൊപ്പിയും നീണ്ട ജുബായും അതിലൊരു ചുവന്ന റോസാപ്പൂവും പുഞ്ചിരിക്കുന്ന മുഖമുള്ള ഒരാൾ. അതുകൊണ്ട് തന്നെ ഇന്ന് കുഞ്ഞു കുട്ടികൾ അവരുടെ കയ്യിലുള്ള ജുബായും തൊപ്പിയൊക്കെ വെച്ച് തന്നെയാട്ടോ ഇന്ന് റാലിയിൽ പങ്കെടുത്തത്. പെൺകുട്ടികളാണെങ്കിൽ വെള്ള ഉടുപ്പുള്ളവർ വെള്ള ഉടുപ്പ് ഇട്ടാണ് വന്നത്. നല്ല ഭംഗിയുണ്ടായിരുന്നു എല്ലാ കുഞ്ഞുമക്കളെയും കാണാൻ. അവർ വളരെ സന്തോഷത്തോടെ ചാച്ചാജിയുടെ പാട്ടെല്ലാം പാടിയാണ് റാലി പങ്കെടുത്തത്. രാജ്യത്തൊട്ടാകെ എല്ലായിടത്തും ശിശുദിനം വിപുലമായി തന്നെ ആഘോഷിക്കുകയാണ്. ഇപ്പോൾ എല്ലാ സ്കൂളുകളിലും ഇങ്ങനത്തെ ഓരോരോ പ്രോഗ്രാംസ് കുട്ടികൾക്ക് വേണ്ടി നടത്താറുണ്ട്. രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലെ കുട്ടികൾ പങ്കെടുക്കുന്ന ഘോഷയാത്രയും മറ്റു കലാപരിപാടികളും അരങ്ങേറുന്നുണ്ട്. കുട്ടികളുടെ ക്ഷേമത്തിനും സ്വാതന്ത്ര്യത്തിനും വിദ്യാഭ്യാസത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാനായി സംഘടിപ്പിക്കുന്ന ദിനാചരണമാണ് ശിശുദിനം എന്ന് പറയുന്നത്. രാജ്യത്തെ കുട്ടികൾക്ക് അവരുടെ ജീവിതം ആവോളം ആസ്വദിക്കാനും ആരോഗ്യത്തോടെ സംസ്കാരവുമുള്ള ഉത്തമ പൗരന്മാരെ വളരാനുമുള്ള അവസരങ്ങളും ശിശുദിനാഘോഷങ്ങൾ പ്രദാനം ചെയ്യുന്നു അല്ലേ. റാലിയെല്ലാം കഴിഞ്ഞ് വന്നപ്പോഴേക്കും കുട്ടികൾക്ക് പായസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. സേമിയ പായസമായിരുന്നു. കുട്ടികൾ അത് കുടിക്കാനായിട്ട് വേഗം വന്നു. തൊപ്പിയൊക്കെ മാറ്റി വെച്ച് വന്ന് പായസം എഴുതാനുണ്ടായിരുന്നു. അപ്പം നമുക്ക് വീണ്ടും ഒരു കുഞ്ഞു വ്ലോഗുമായിട്ട് കാണാം. ടാറ്റാ.